ലോകത്തിന്റെ ഊർജ്ജ സമവാക്യങ്ങൾ മാറുകയാണ്. റഷ്യയും മിഡിൽ ഈസ്റ്റും നിയന്ത്രിച്ചിരുന്ന ആഗോള ഇന്ധന വിപണിയിൽ ഇന്ത്യയുടെ പുതിയൊരു പടയോട്ടം ആരംഭിച്ചിരിക്കുന്നു. ഗോവയിലെ തീരത്ത് വെച്ച് നടന്ന ഇന്ത്യ എനർജി വീക്ക് 2026 സാക്ഷ്യം വഹിച്ചത് ചരിത്രപരമായൊരു നീക്കത്തിനാണ്. ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉൽപ്പാദകരിൽ ഒരാളായി കാനഡയും തമ്മിൽ കൈകോർക്കുമ്പോൾ അത് വെറും ഒരു കരാറല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വലിയ അട്ടിമറിയാണ്. എന്തുകൊണ്ടാണ് കാനഡ ഇന്ത്യയെ തേടി വരുന്നത്? ഈ സഖ്യം പെട്രോൾ ഡീസൽ വിലയിൽ എന്ത് മാറ്റമുണ്ടാക്കും? പരിശോധിക്കാം. ഭാരതം ഇന്ന് ലോകത്തിന്റെ വളർച്ച എഞ്ചിനാണ്. അടുത്ത 20 വർഷത്തിനുള്ളിൽ ലോകത്തുണ്ടാകാൻ പോകുന്ന ഊർജ്ജ ആവശ്യത്തിന്റെ 1/3 ഇന്ത്യയിൽ നിന്നായിരിക്കും. ഇത്രയും വലിയൊരു വിപണിയെ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു കനേഡിയൻ ക്യാബിനറ്റ് മന്ത്രി തിമോത്തി ഹോഡ്സൺ നേരിട്ട് ഗോവയിലെത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി ചർച്ച നടത്തിയത്. 2025 G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രിയും തമ്മിലുണ്ടായ ധാരണയുടെ തുടർച്ചയാണ്. തടസ്സപ്പെട്ട് കിടന്ന ഇന്ത്യ കാനഡ എനർജി ലോഡിംഗ് ഇപ്പോൾ പുനരാരംഭിച്ചു. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവും 4ാമത്തെ വലിയ LNG ഇറക്കുമതിക്കാരുമാണ്. ഊർജ്ജത്തിനായി നമ്മൾ പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളെയും റഷ്യയുമാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ഭാരതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടെയാണ് കാനഡയുടെ പ്രസക്തി. കാനഡയിൽ നിന്നും LNG, LPG, ക്രൂഡ് ഓയിൽ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ ഈ കരാറിലൂടെ സാധിക്കും. കാനഡയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുമ്പോൾ പകരം ഇന്ത്യയിൽ നിന്ന് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യും. ഇത് നമ്മുടെ കയറ്റുമതി മേഖലയിൽ വലിയ ഊർജ്ജം നൽകും. കാർബൺ ക്യാപ്ചർ, ഹരിത ഹൈഡ്രജൻ, ബയോ ഫ്യൂവൽസ് തുടങ്ങിയ ഭാവി സാങ്കേതിക വിദ്യകളിൽ കാനഡയുടെ സഹായം ഇന്ത്യക്ക് ലഭിക്കും. ഈ കരാർ വെറും കടലാസിൽ ഒതുങ്ങുന്നതല്ല, കോടികളുടെ നിക്ഷേപമാണ് വരാനിരിക്കുന്നത്. കാനഡ തങ്ങളുടെ ഊർജ്ജ പദ്ധതികൾക്കായി $116 ബില്യൺ നീക്കിവെക്കുമ്പോൾ ഇന്ത്യ തുറന്നിട്ടിരിക്കുന്നത് $500 ബില്യൺ നിക്ഷേപ സാധ്യതകളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഊർജ്ജ ഉൽപ്പാദനം കാര്യക്ഷമമാക്കി ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കാനും ഇരു രാജ്യങ്ങളും കൈകോർക്കും. ഇത് ഇന്ത്യയിലെ യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകം ഇന്ന് പല തട്ടുകളായി തിരിഞ്ഞിരിക്കുകയാണ്. യുദ്ധങ്ങളും ഉപരോധങ്ങളും ഇന്ധന വിതരണത്തെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയെ കാനഡയ്ക്കും ആവശ്യമാണ്. ഏഷ്യൻ വിപണിയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യയേക്കാൾ മികച്ചൊരു പങ്കാളി കാനഡയ്ക്ക് മുന്നിലില്ല. കാലാവസ്ഥാ വ്യതിയാനം നേരിടുമ്പോൾ തന്നെ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ ഇന്ധനം എത്തിക്കുക എന്ന ഇന്ത്യയുടെ തന്ത്രപരമായ നയത്തിലുള്ള വിജയമാണിത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനും ഈ കരാർ സഹായിക്കും. ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തിന് കാനഡയുടെ കൈത്താങ്ങ് ഒരു വലിയ നാഴികക്കല്ലായിരിക്കും. ഭാരതം ലോകത്തിന്റെ ഊർജ്ജ ഹബ്ബായി മാറുന്നത് നമ്മൾ വൈകാതെ കാണും. ഈ വലിയ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഈ പുതിയ സൗഹൃദം പെട്രോൾ വില കുറയ്ക്കാനായി സഹായിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.